യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഷേമ ഇസ്രായേലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ മാതാപിതാക്കൾ പറുദീസ അനുഭവം നഷ്ടമാക്കിയപ്പോൾ ദുരിതത്തിലായ മനുഷ്യകുലത്തിന് രക്ഷ സാധ്യമാക്കാൻ ദൈവം തൻ്റെ ഏകപുത്രനെ കുരിശിൽ ബലിയർപ്പിച്ചു. വീണ്ടും പാപത്തിൽ വീഴുന്ന മനുഷ്യൻ പിശാചിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നു. യൂദാസ് പണക്കിഴി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോൾ പിശാച് അവനിൽ ദ്രവ്യാസക്തിയായി പ്രവർത്തിച്ചു. അത് അവൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുന്നത് വരെ എത്തിച്ചു. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കാനെത്തുന്നത് കാരിസ് ഭവനിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ കാരിസ് ഭവനിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ ഭംഗിയായി വിവാഹം നടക്കുകയും ഞങ്ങൾക്കൊരു നല്ല മകനെ തന്നതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ഷേമ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രുവിനെക്കുറിച്ചും അവൻ്റെ ശക്തിയെക്കുറിച്ചും അവൻ്റെ ബലഹീനതകളെക്കുറിച്ചും അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള വിധങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ആത്മീയ ലോകത്ത് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, പിശാച്. അത് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ 1 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ഇതിൻ്റെ തലക്കെട്ട് തന്നെ മനുഷ്യൻ്റെ പതനമെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ പതനമെന്ന് പറയുമ്പോൾ മനുഷ്യൻ നിബദിച്ചു, തകർന്നു, താഴെ വീണു എന്നുള്ളൊരവസ്ഥയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനുഷ്യൻ താഴെ വീഴാനുണ്ടായ കാരണം, അല്ലെങ്കിൽ മനുഷ്യൻ ഏത് അവസ്ഥയിലായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. ഇവിടെ മനുഷ്യൻ്റെ പതനമെന്ന് പറയുന്ന തലക്കെട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവവുമായിട്ട് വളരെയധികം ബന്ധത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും കഴിഞ്ഞിരുന്ന ആദ്യ മാതാപിതാക്കളെ ആ ബന്ധത്തിൽ നിന്നും പിശാച് തകർത്തു. ആ ബന്ധത്തിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞ ദൈവമക്കൾ താഴേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവം മനുഷ്യന് ഏദൻ തോട്ടത്തിൽ അവരെ ആക്കിയതിന് ശേഷം സകലത്തിൻ്റെ മേലുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകി. അപ്പോൾ ദൈവം മനുഷ്യന് ദൈവമകനെന്നുള്ള ദൈവമകളെന്നുള്ള അധികാരത്തിൽ നിന്നും ശക്തിയിൽ നിന്നും കൃപയിൽ നിന്നും ആയിരിക്കണം ഒരുപക്ഷെ അവൻ താഴെ പോയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ നിബദിച്ചു, താഴെ വീണു. ഉന്നതത്തിലായിരുന്ന ദൈവമായിട്ട് അതുപോലെ ബന്ധത്തിലായിരുന്ന ആദ്യ മാതാപിതാക്കൾ താഴേക്ക് എങ്ങനെ നിബദിച്ചുവെന്നാണ്
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെന്നെയും നിങ്ങളെയും വളരെ കൃത്യമായിട്ട് ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിക്കുന്ന ആത്മീയ സത്യങ്ങളാണ് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുന്നത്. പിശാച് ശരിക്കും സർപ്പത്തിൻ്റെ രൂപത്തിൽ ഏദൻ തോട്ടത്തിലേക്ക് കയറി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും: പിശാചിന് ഏദൻ തോട്ടത്തിലും കയറി പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എഫെസൂസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് ഞാനും നിങ്ങളും പടവെട്ടുന്നത്. ഒരു ആത്മീയ മനുഷ്യൻ്റെ ആത്മീയ സമരവും ആത്മീയ യുദ്ധവും ആത്മീയ ലോകത്തിൻ്റെ ശത്രുവിനെതിരായിട്ടാണ്. അത് പിശാച, അത് സാത്താന, അത് പുരാതന സർപ്പമാണ്. സകലരെയും വഞ്ചിക്കുന്ന, വെളിപാട് 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ, സകലരെയും വഞ്ചിക്കുന്ന പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. ആ സർപ്പത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പിശാച് ഏറ്റവും കൂടുതൽ എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗീയ ഇടങ്ങളിലാണ്, പറുദീസായിലാണ്. നമ്മുടെയൊക്കെ സ്വർഗീയ ഇടം എന്ന് പറയുന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭവനം സ്വർഗീയ ഇടമാണ്, ഒരു ദേവാലയം സ്വർഗീയ ഇടമാണ്, ഒരു വ്യക്തിയുടെ ശരീരം സ്വർഗീയ ഇടമാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വർഗീയ ഇടങ്ങളിലാണ് പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. സ്വർഗീയ ഇടങ്ങളിലാണ് പിശാച് ഏറ്റവും കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ആദ്യമാതാപിതാക്കളെ അവരെ സൃഷ്ടിച്ചതിന് ശേഷം, അവർക്ക് രൂപം കൊടുത്തതിന് ശേഷം പറുദീസായിലാണ് ദൈവം അവരെ ആക്കുന്നത്. പിശാച് കടന്നു വരുന്നതും പിശാചിൻ്റെ ആദ്യത്തെ എൻട്രിയും ഈ പറുദീസായിലേക്കാണ് വരുന്നത്. പറുദീസായിലേക്ക് വന്നിട്ട്, സ്വർഗീയ ഇടത്തിലേക്ക് വന്നിട്ട്, പിശാചിനെ കുറിച്ച് വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. കണ്ടോ? അവൻ തൻ്റെ കൗശലവുമായിട്ട് ആദ്യമാതാപിതാക്കളിലേക്ക് കടന്നു വരുന്നതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ പിശാചിനുള്ളൂ. ആ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ആ വചനഭാഗം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവമായിട്ട് ആദ്യമാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന ആ ബന്ധത്തെ പിശാച് തകർത്തു. ദൈവമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതിനവൻ സ്വർഗീയ ഇടങ്ങളിലേക്കാണ് കയറി വരുന്നത്, ഇല്ലേ? എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായാലും നോക്കിക്കോ, പലരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം മുറിയുന്നത് എന്നതാ അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്, അവൻ്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, നിരവധി തവണ പ്രാർത്ഥിച്ചിട്ട്, പല കൺവെൻഷനുകളും പല ധ്യാനങ്ങൾക്കും കൂടി പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്താ അവൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത്? അവൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നവനായി മാറും. ചിലപ്പോൾ അങ്ങനെ കടന്നു പോകുന്നവർ അനേകരുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും പള്ളിയിൽ പോയിട്ടും, ഇത്രയൊക്കെ ചെയ്തിട്ടും വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലോ, വലിയ കാര്യമൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ പിശാച് പ്രവർത്തിക്കുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നമ്മളെ അകറ്റാന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സർപ്പം പിശാചും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്നതിന് പകരം പിശാചിനെ ഭയപ്പെടുന്നവരുണ്ട്, അല്ലേ? എത്രയോ പേര് പിശാചിനെ പേടിച്ചു കഴിയുന്നവരുണ്ട്. പലരും ധ്യാനത്തിനൊക്കെ ഗ്യാരേജ് ഭവനിൽ വരുമ്പോൾ അവിടെ വലിയ വിഷമം എന്നാണെന്നറിയാമോ? എൻ്റെ അച്ഛോ, അവർ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നു, ആ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്കെതിരെ അത് ചെയ്യുന്നു, അവർ ഞങ്ങൾക്കെതിരെ ഇത് ചെയ്യുന്നു, അവർ കൂടോത്രം ചെയ്യുന്നു, അവർ മന്ത്രവാദം ചെയ്യുന്നു, അവർ ഞങ്ങൾക്കെതിരെ ആഭിചാര ക്രിയകൾ ചെയ്യുന്നു. അതൊക്കെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആയത്. അവരുടെ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, വീട് വിറ്റ് മാറി താമസിക്കാൻ പോവുക, ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ പോവുക. എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാലും വചനം പറയുന്നു, സകല വന്യജീവികളിലും വെച്ച് കർത്താവ് സൃഷ്ടിച്ച വന്യജീവി കൗശലമേറിയതായിരുന്നു സർപ്പം. അവൻ സൃഷ്ടിയാ. അപ്പൊ ദൈവ പൈതലിന്, ദൈവത്തിലായിരിക്കുന്നവന്, ദൈവത്തോട് ചേർന്നിരിക്കുന്നവന് ശരിക്കും ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഭയപ്പെടേണ്ടതില്ല, ഒരു പിശാചിനെയും പേടിക്കേണ്ടതില്ല.
ഇന്ന് അനേകർ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം പിശാചിനെ പേടിച്ചാ കഴിയുന്നത്. ദൈവസ്നേഹത്തിലായിരിക്കുന്നവന് വചനം പറയുന്നു ഭയത്തിനിടമില്ല. ഇപ്പൊ പിശാചിന്റെ പ്രവൃത്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും തിന്മയുടെ പ്രവൃത്തികളെയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ദൈവസ്നേഹത്തിലല്ല എന്നുള്ളതാണ്. തുറന്ന് വായിക്കും നമ്മൾ കാണുന്നുണ്ട്, ആദിമാതാപിതാക്കള് ഭയപ്പെട്ട് വൃക്ഷത്തിന് ഒളിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടു? ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു. കണ്ടോ, ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നവനാണ്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകുന്നവനിലാണ് ഈ ഭയം കുടിയേറുന്നത്, ഭയം കയറുന്നത്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ അതിൻ്റെ 2851 ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: പിശാച് യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാകര സത്യത്തിനും ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട ആത്മീയ രഹസ്യങ്ങൾക്കും രക്ഷയ്ക്കും സാൽവേഷനും ഒക്കെ തടസ്സം നിൽക്കുന്നവനാണ് പിശാച്. ഉണ്ടോ? തടസ്സം നിൽക്കുന്നവനാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവനാണ് പിശാച് എന്ന് വിളിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിനും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങൾക്കും നമുക്ക് വേണ്ടി വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒക്കെ നടുക്ക് കയറി തടസ്സം നിൽക്കുന്നവനാണ് പിശാച്. ഇംഗ്ലീഷിൽ ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: ഈവിൾ ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ഷൻ. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 2851 ഖണ്ഡികയിൽ എഴുതി വെച്ചിരിക്കുകയാണ്: ഈവിൾ ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ഷൻ ബട്ട് റെഫേഴ്സ് ടു എ പേഴ്സൺ. അതൊരു വ്യക്തിയെ റെഫർ ചെയ്യുന്നു. സൈറ്റൻ, ദ ഈവിൾ വൺ, പിശാച്, തിന്മ നിറഞ്ഞവൻ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു ദി ഏഞ്ചൽ ഹു ഒപ്പോസസ് ഗോഡ്, മാലാക ദൈവത്തിനെതിരെ തിരിഞ്ഞവൻ. എന്നിട്ട് ദ ഡെവിൾ, അതിൻ്റെ ബ്രാക്കറ്റിലിട്ടേക്കുന്ന ഡയബോളോസ്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഈസ് ദ വൺ ഹു ത്രോസ് ഹിംസെൽഫ് അക്രോസ് ഗോഡ്സ് പ്ലാൻ ആൻഡ് ഹിസ് വർക്ക് ഓഫ് സാൽവേഷൻ അക്കംപ്ലീഷ്ഡ് ഇൻ ക്രൈസ്റ്റ്. ത്രോസ് ഹിംസെൽഫ് അക്രോസ്. കണ്ടോ, യേശുക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട രക്ഷാകര സത്യങ്ങൾക്കും യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ അനുഗ്രഹങ്ങൾക്കും ഇടയ്ക്ക് കയറി മധ്യത്തിൽ നിൽക്കുന്നവനാണ് പിശാച്. അത് തന്നെയല്ലേ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലും കാണുന്നേ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദൈവവും മനുഷ്യനുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഇടയ്ക്ക് കയറി പിശാച് നിന്നു. അപ്പം ഇതിനിടയ്ക്ക് വേറെ ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ മധ്യത്തിൽ വേറെ ആർക്കും നമ്മൾ ഇടം കൊടുക്കാൻ പാടില്ല. ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, പിശാച് അങ്ങോട്ട് പർദീസായിലേക്ക് കയറി വന്നു. എന്നിട്ട് ഹവ്വായുടെ അടുത്താണ് പിശാച് ഇവൻ്റെ തന്ത്രവുമായിട്ട് വരുന്നത്, ആദത്തിൻ്റെ അടുത്തല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞൊരു ദിവസം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്: ഒരിക്കലും പിശാചുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് പോകരുത്, ഒരു വിധത്തിലും പോകരുത്. കാരണം എന്താ? പിശാചിന് നമ്മളെക്കാളും കൂടുതൽ വചനം അറിയാം. പിശാച് നമ്മളെക്കാളും വലിയ വഞ്ചകനാ. പിശാച് നമ്മളെക്കാളും വലിയ കൗശലനാ. പിശാച് നമ്മളെക്കാളും വലിയ നുണയനാ. കണ്ടോ? ഇപ്പം ഞാൻ അവനുമായിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ ബിസിനസ്സൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവസാനം ഞാൻ അവൻ്റെ പാട്ടിൽ പെട്ടുപോകും. അതുകൊണ്ടായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഒരിക്കലും പിശാചുമായിട്ട് സംഭാഷണത്തിന് പോലും നമ്മൾ നിൽക്കരുത്. ഹവ്വ എന്നാ ചെയ്തേ? ചുമ്മാ അവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതാ. അവസാനം എവിടെ എത്തി? കണ്ടോ? ഹവ്വ പാപം ചെയ്തു എന്ന് മാത്രമല്ല, ഹവ്വ ദൈവം പറിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്നും പറിച്ചു എന്ന് മാത്രമല്ല, അത് തിന്നുകയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദത്തിന് കൊടുക്കുകയും അവൻ തിന്നുകയും ചെയ്തു. കണ്ടോ? ആ ആദ്യത്തിൽ തന്നെ പിശാച് വന്നപ്പോൾ തന്നെ ആ സംഭാഷണം അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിലേക്ക് ഒന്നും പോകില്ല. ആദ്യം പിശാച് വന്നപ്പോൾ തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം കൊടുക്കാതെ കർത്താവ് പറിക്കരുതെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ, നിർത്തിക്കൊള്ളുക, ഒരു സംഭാഷണത്തിനും പോകണ്ട. പിശാച് അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പരസ്പരം സംസാരിച്ചല്ലേ കുറേ അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് കാരണം എന്താ? ഒത്തിരി സംസാരത്തിന് പിന്നിൽ നടക്കുന്നതുകൊണ്ടാണ്. രാത്രിയും പകലും സംസാരം, മൊബൈൽ ഫോണിലൂടെ സംസാരം, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ചാറ്റിങ്, രാത്രികാലം മുഴുവനും പകലന്തിയോളം മുഴുവനും ചിലവർ ഇത് സംഭാഷണമാണ്.
ചില വഴിവിട്ട ബന്ധങ്ങളുമായിട്ടുള്ള അമിതമായ സംഭാഷണങ്ങളാണ് ആ ബന്ധത്തിലേക്ക് എത്തിക്കുന്നതും ജീവിതത്തിന് വിശുദ്ധി കളയുന്നതും. ചില ബന്ധങ്ങൾ റിക്വസ്റ്റ് തരുമ്പോൾ തന്നെ ആ റിക്വസ്റ്റ് അങ്ങോട്ട് നിരസിച്ച ഈ പ്രശ്നം വല്ലതും ഉണ്ടാകോ? റിക്വസ്റ്റ് വരുമ്പോൾ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ചാറ്റ് ചെയ്യുക, അതിൻ്റെ ചാറ്റ് ചെയ്ത് അവസാനം ചീറ്റിടുവാകുക. കണ്ടോ, അവൻ എന്നിട്ട് വന്നിട്ട് പറയുന്ന എന്നാ നോക്കിക്കേ, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക. അപ്പൊ ഇവളുടെ വായിൽ നിന്ന് അറിയണം, ഇവള് പറയണം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇത് പറച്ചാൽ എന്നാ സംഭവിക്കും? കണ്ടോ, അപ്പൊ വീണ്ടും ക്യൂരിയോസിറ്റിയായി. പറഞ്ഞു പറിക്കരുന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പറിച്ചാൽ പറിക്കുന്ന നിമിഷം തിന്നുന്ന നിമിഷം മരിക്കുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത്ര കൂടി കേട്ടോ പിശാച് പറഞ്ഞു, ആര് പറഞ്ഞു മരിക്കുമെന്ന്? ആര് പറഞ്ഞു മരിക്കുമെന്ന്? അത് തിന്നുന്ന ദിവസം നിങ്ങൾ ദൈവത്തെ പോലെയാകും, ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാകുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അത് തിന്നാതിരിക്കോ? ഒരു മോഹന വാഗ്ദാനമാണ് പിശാച് കുത്തിവെക്കുന്നത്. ചില മോഹന വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് കുത്തിവെക്കുന്നതൊക്കെ അതിൻ്റെ പിന്നിൽ ദൈവവുമായിട്ടുള്ള ചില ബന്ധങ്ങളെ തകർക്കാനുള്ള പിശാചിൻ്റെ വഞ്ചനകളുണ്ട്. ചില ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളെ തകർക്കാൻ പിശാച് ചില വഞ്ചനകളുമായി മോഹന വാഗ്ദാനങ്ങളുമായി നമ്മുടെ അടുത്ത് വരും. എത്രയോ ബന്ധങ്ങൾ, എത്രയോ മാതാപിതാക്കളുമായിട്ടുള്ള മക്കളുടെ ബന്ധങ്ങൾ ഇന്ന് ചില മോഹന വാഗ്ദാനങ്ങളുടെ പേരിൽ തകർന്നു പോയിരിക്കുന്നു. പിശാച് കൊടുത്ത ചില മോഹന വാഗ്ദാനങ്ങൾ ഏറ്റെടുത്തിട്ട് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കഴിയുന്ന എത്രയോ മക്കളുണ്ടെന്ന്. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നത്, വഴിവിട്ട ജീവിതത്തിൻ്റെ ബന്ധങ്ങളിലേക്ക് പോകുന്നവർ, ചില സ്വകാര്യ ബന്ധങ്ങൾ പുലർത്തുന്നവർ, ചില വിവാഹത്തിലേക്ക് പോലും മാതാപിതാക്കളുടെ സ്വാതന്ത്ര്യമോ അവരുടെ സ്നേഹമോ അവരുടെ അംഗീകാരമോ അവരുടെ അനുവാദവും ഇല്ലാതെ തുടങ്ങുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന എത്രയോ പേരുണ്ട്. ഉണ്ടോ? പിശാച് ഒരു മോഹന വാഗ്ദാനം തരുമ്പോൾ പിശാചിനൊരു ലക്ഷ്യമുണ്ട്, ബന്ധം തകർക്കുക. അതാണ് പിശാചിൻ്റെ ആദ്യത്തെയും ആത്യന്തികമായ ലക്ഷ്യം. നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുറിക്കുക. ഒരു മനുഷ്യാത്മാവിന് ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തെ തകർത്തിട്ട് അവനെ ആത്മനാശത്തിലേക്കും അപകടകരമായ അവസ്ഥയിലേക്കും കൊണ്ടുപോകാന്നുള്ള പിശാചിൻ്റെ ലക്ഷ്യം. ഈ ഒറ്റ ലക്ഷ്യം പിശാചിനുള്ളൂ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വിച്ഛേദിക്കുക. അങ്ങനെ വിച്ഛേദിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആത്മനാശത്തിലേക്ക് പോവുക, മരണം സംഭവിക്കുക. അങ്ങനെ പറഞ്ഞ് ഇത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും. കണ്ടോ, ആദ്യ മാതാപിതാക്കൾ ദൈവത്തിനെതിരെ മറുതലിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ വചനം പറയുന്നു അവർ മരിച്ചു, ആത്മാവിൽ മരിച്ചു. ഈ ആത്മാവിൻ്റെ മരണത്തിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കാനുള്ള പിശാചിൻ്റെ വഞ്ചനയാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരൊറ്റ കാര്യം മനസ്സിലേറ്റെടുക്കുക, ഏതൊക്കെ രീതിയിൽ ആരിലൂടെയാണെങ്കിലും ഏതൊക്കെ വിധത്തിൽ നിന്റെ ആത്മാവിൻ്റെ ബലം കളയുന്ന, നിന്റെ വിശുദ്ധി കളയുന്ന, നിന്റെ സ്നേഹബന്ധങ്ങളെ തകർക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ശൈലികളോ ഇതൊന്നും നീ സ്വീകരിക്കാതിരിക്കുക. കാരണം പിശാച് അതിലൂടെ കടന്നു വരുമ്പോൾ അവൻ്റെ ലക്ഷ്യം നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കാനും നിന്നെ ആത്മനാശത്തിലേക്ക് എത്തിക്കുവാനുള്ള അവൻ്റെ വഞ്ചനയാണ്. അവൻ കൗശലമേറിയതായിരുന്നു സർപ്പം. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ആരാധനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ അവനുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് പുനഃപരിശോധന ചെയ്യാം. എവിടെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെടുത്ത് വയ്ക്കുന്ന കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വസിക്കുക അത് പിശാച് കൊണ്ടുവന്ന ആയുധങ്ങളും കാരണങ്ങളുമാണ്. സാത്താൻ വെച്ച് നീട്ടുന്ന അവൻ്റെ വഞ്ചനകൾക്ക് നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കാതിരിക്കാൻ, അങ്ങനെ ദൈവവുമായിട്ട് ഉണ്ടായിരുന്ന പറുദീസ ബന്ധത്തിൽ നിന്നും പുറത്താകാതെ പറുദീസ ബന്ധത്തിൽ, സ്വർഗത്തിൻ്റെ സ്നേഹത്തിൽ, സ്വർഗത്തിൻ്റെ സമാധാനത്തിൽ, സ്വർഗത്തിൻ്റെ സന്തോഷത്തിൽ എന്നും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ട കൃപയ്ക്കായി തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ നമുക്കൊരുമിച്ച് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.
കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിക്കാം. ഇതാ സഹായിക്കാനായി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വചനത്തിലൂടെ നമ്മൾ കേട്ടു, നമ്മുടെ പറുദീസ അനുഭവത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ആരാധനയുടെ സമയത്ത് ഒരുപക്ഷെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാതിരിക്കാൻ പോലും പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. എല്ലാവരും ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കാം. ഈശോയെ തന്നെ നോക്കി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന നിമിഷങ്ങൾ, ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കേണ്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി പിശാചിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയാണ് പറുദീസായിൽ കടന്നു വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുക. ഈശോയെ, ഒത്തിരി കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് ദൈവത്തിൽ നകലുന്നവരാണ് ഞങ്ങൾ. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനകൾ വേണ്ടെന്ന് വയ്ക്കാനും പലപ്പോഴും കുമ്പസാരങ്ങൾ ഉപേക്ഷിക്കാനും ഒക്കെ പ്രവണത കാണിക്കുന്നവരാണ് ഞങ്ങൾ. വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾ അത് വേണ്ടെന്ന് വയ്ക്കാൻ പലപ്പോഴായി തീരുമാനമെടുക്കുന്നവരാണ് ഞങ്ങൾ. കർത്താവെ, ഇതിൻ്റെ ഒക്കെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, പല പാപത്തിൻ്റെ സ്വാധീനത്തിൽ കിടക്കുന്നത്, പല ദുശ്ശീലങ്ങളുടെ അടിമത്തത്തിലേക്ക് ആയിരിക്കുന്നത്, ചില ലൈംഗിക വൈകൃതങ്ങളിലേക്കും അതിൻ്റെ ജഡികമായ ആസക്തികളിൽ അഭിലാഷങ്ങളിലും ഇന്ന് കുടുങ്ങി കിടക്കുന്നതിന് പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോലും തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. ബന്ധങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, പരസ്പരം കടിച്ചു കീറുന്ന സ്വഭാവങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുണ്ട്. കർത്താവെ, ഈ കുടുംബ ബന്ധത്തെ തകർക്കുവാൻ പിശാച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കുക. ഏതൊക്കെ ബന്ധങ്ങളിൽ തകർച്ചകൾ നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇപ്പോൾ കർത്താവിന് കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളിലോ വ്യക്തി ജീവിതത്തിലോ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിലോ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോ എവിടെയെങ്കിലും തിന്മ കൂടിയിട്ടുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ എവിടെയെങ്കിലും ഉലച്ചിലുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൂടെ കടന്നു വന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഈ നിമിഷം തന്നെ കർത്താവിന് കൊടുത്ത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. തകർന്നുപോയ ദൈവവുമായി സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന എല്ലാ തിന്മകളെയും നമ്മൾ പുറത്താക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ എവിടെയെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ നകന്ന്, ദൈവസ്നേഹത്തിൽ നകന്ന്, ബന്ധങ്ങളിൽ നകന്ന് അവിശുദ്ധ ബന്ധങ്ങൾ, അശുദ്ധിയിലേക്ക്, ദുശ്ശീലങ്ങളിലേക്ക്, പാപാവസ്ഥകളിൽ ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനിൽ നിന്നും അവൻ്റെ ശക്തി ഇപ്പോൾ പുറപ്പെടുന്ന സമയമാണ്. അനേകർ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ശക്തി കൊണ്ട് വിടുതലും സൗഖ്യവും പ്രാപിച്ചെങ്കിൽ ഇപ്പോൾ നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമാണ്. കർത്താവെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന കുടുംബങ്ങൾ, ദൈവത്തെ നിഷേധിക്കുന്ന കുടുംബങ്ങൾ, ദൈവിക കാര്യങ്ങളോട് അനാദരവ് കാണിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, ആ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു. കർത്താവെ, ഇവരെയും ഇവരുടെ കുടുംബ ജീവിതത്തെയും തകർക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ എല്ലാ ആയുധങ്ങളെയും അവൻ്റെ എല്ലാ വഞ്ചനകളെയും അവൻ്റെ എല്ലാ കൗശലങ്ങളെയും യേശുനാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ അഴിയട്ടെ. ഭിന്നതകൾ വിതയ്ക്കുന്ന ദുരാത്മാക്കളുടെ സ്വാധീനങ്ങൾ അഴിയട്ടെ. സ്നേഹരാഹിത്യത്തിലേക്ക് നയിക്കുന്ന ദുരാത്മാക്കളുടെ സാന്നിധ്യം അഴിയട്ടെ. ക്ഷമിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, എളിമപ്പെടാൻ പറ്റാത്ത, വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും ഇപ്പോൾ തന്നെ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ദുശ്ശീലങ്ങൾ, ചില സ്വാർത്ഥതകൾ കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, കർത്താവെ, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ ദുരാത്മാക്കൾ യേശുനാമത്തിൽ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കട്ടെ. എല്ലാ പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും, തിന്മ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ സ്വാധീന വലയങ്ങളിൽ നിന്നും, ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളോടും യേശുനാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ മത്തായി 18:18 അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ദൂരെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, കരുണയായിരിക്കണമേ. ഈ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം, കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പായി
നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്നും ഈശോയോട് ചേർന്നിരിക്കുവാനുള്ള കൃപ, ദിവികാരുണ്യ നാഥനോട് ചേർന്നിരിക്കാനുള്ള കൃപ, അൾത്താരയോട് ചേർന്നിരിക്കുവാനുള്ള കൃപ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ, ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവാണ് നിലനിൽപ്പിൻ്റെ കൃപ തരുന്നത്. പരിശുദ്ധാത്മാവാണ് ഈശോയെ സ്നേഹിക്കുവാനുള്ള ശക്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ് ഈശോയ്ക്ക് സാക്ഷിയാകാനുള്ള അഭിഷേകം തരുന്നത്. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, ഈശോയെ എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ